ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദേശീയപാത 66ന്റെ വികസനത്തിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയ സ്ഥലങ്ങളാണ്. ഇനി 100-100 പറക്കാൻ തയ്യാറായിക്കോളൂ. പണികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. മെയ് മാസത്തിലാണ് നമ്മളെ റോഡുകളെല്ലാം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയപറമ്പ് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ പോകുന്നത് തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടേക്കാണ്. അപ്പോൾ ഈ തലപ്പാറ അണ്ടർപാസിൻ്റെയും അതുപോലെ തന്നെ വലിയപറമ്പ് അണ്ടർപാസിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് വയൽ പ്രദേശങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോടിന് കുറുകെ 6 വരി പാലം നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്തു കൂടെയൊക്കെ റോഡിന് കുറുകെ കൾവേർട്ട് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാലത്തിനോട് ചേർന്നിട്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണി നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് തലപ്പാറ അണ്ടർപാസ് വരെ പോകുന്നത്. തലപ്പാറ അണ്ടർപാസിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു ഭാഗം മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു ജംഗ്ഷൻ വന്നിരിക്കുന്നത്. മലപ്പുറത്ത് ദേശീയപാതയിലെ 2 റീച്ചുകളിൽ ആദ്യ റീച്ചിൽ എന്തായാലും തലപ്പാറ ജംഗ്ഷൻ ഒരു ഹൈ ക്ലാസ് ജംഗ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ദേശീയപാത 66ന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ആദ്യം കാസ്റ്റിംഗ് പൂർത്തിയാക്കിയ ഒരു അണ്ടർപാസ് തലപ്പാറ അണ്ടർപാസ് ആണ്. പക്ഷെ ഇതിന് ശേഷം പണികൾ തുടങ്ങിയ പല അണ്ടർപാസുകളുടെയും മുകൾ ഭാഗം ഇപ്പോൾ പൂർണ്ണമായി ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ തലപ്പാറ അണ്ടർപാസിന്റെ പണികൾ വൈകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പാറയുടെയും അതുപോലെ തന്നെ വലിയ പറമ്പിന്റെ ഇടയിലുള്ള പാടത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നുണ്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാർബിളിന്റെ കടകളുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മാർബിളൊക്കെ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വന്ന് നോക്കിക്കോളൂ. ഇഷ്ടം പോലെ മാർബിളിന്റെ ഷോപ്പുകളാണ് ഈ ഭാഗത്തുള്ളത്. അതും വെറൈറ്റി മാർബിളുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാൻ കണ്ട കാര്യമായിട്ടോ പറയണത്. ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും നടപ്പാതയുടെ പണി നടന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇനി നടക്കുന്നതായിരിക്കും. ഓരോ ഘട്ടമായിട്ടാണ് ഓരോ ഭാഗത്തും നടപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തലപ്പാറ അണ്ടർപാസിന്റെയും വെളിമുക്ക് ഓവർപാസിന്റെയും ഇടയിലായിട്ട് ഒരു മെർജിംഗ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ചെമ്മാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ നേരെ 6 വരിപ്പാതയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡ് മുഖാന്തരം വന്നിട്ട് ഇവിടെ നേരെ 6 വരിപ്പാതയിൽ കയറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും തന്നെ ഒരു എക്സിറ്റ് വരുന്നുണ്ട്. കറക്റ്റായിട്ട് അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് മെർജിംഗ് പോയിന്റ് അവിടെ പ്രത്യേക കളർ അടിക്കുന്നുണ്ട്. ബ്ലാക്കും യെല്ലോ ആയിട്ട് ഓരോ കളർ വരുന്നുണ്ട്. അപ്പോൾ ദൂരത്തുനിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് എക്സിറ്റ് എവിടെയാണ് എൻട്രി വരുന്നത് എന്നുള്ളത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വെളിമുക്ക് ഓവർപാസ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത 66ന്റെ വികസനം ഓരോ ദിവസവും മലപ്പുറം ജില്ലയിൽ വളരെയധികം വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന വീഡിയോയിനേക്കാളും ചിലപ്പം മാറ്റങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ക്ഷമിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെയല്ല പോസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ വൈകുന്നതാണ്. അപ്പോൾ ഇതാണ് വെളിമുക്ക് ഓവർപാസ് കേട്ടോ. വെളിമുക്ക് ഓവർപാസിൻ്റെ ഇവിടെ വലിയൊരു ഉയർന്ന പ്രദേശമായിരുന്നു. അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഓവർപാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഈ ഓവർപാസിൻ്റെ പണികൾ കുറേ ലേറ്റ് ആയിട്ട് തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള സ്റ്റീൽ ക്രാഷ് ബാറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാനുള്ളൂ. എന്നാലും വളരെ വേഗതയിലാണ് ഈ ഭാഗത്തുള്ള പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാഷ് ബാറിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 3 ക്യാമറകളാണ് ഇപ്പം നിലവിൽ ദേശീയപാത 66ൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് VIDS-ഉം പിന്നെ PTZ, പിന്നെ യെല്ലോ റഡാർ സ്പീഡ് ഡിസ്പ്ലേ സൈൻ. ഈ യെല്ലോ റഡാർ സ്പീഡ് ഡിസ്പ്ലേ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, നമ്മൾ 100 കിലോമീറ്ററിനേക്കാളും സ്പീഡിലാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡിസ്പ്ലേയിൽ അത് തെളിഞ്ഞ് കാണും. ഇവിടെ കണ്ടോ നിങ്ങൾ, റോഡിന് കുറുകെയാണ് ഈ ക്യാമറ വരുന്നത്. 2 ഭാഗത്തും വരും കേട്ടോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ സ്പീഡ് കുറച്ചിട്ട് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. ബാക്കി 2 ക്യാമറകളും ഡിവൈഡറിന്റെ എവിടെയാണ് വരുന്നത്. ഈ VIDS ക്യാമറ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജിംഗ് പോയിന്റിലാണ് വരുന്നത്. മറ്റേത് PTZ ക്യാമറ എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. അത് നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഇവരെ കൺട്രോൾ റൂമിൽ അറിയിക്കുന്നതാണ്. അങ്ങനെ 3 ക്യാമറകളാണ് ഇപ്പോൾ നിലവിൽ ദേശീയപാത 66ൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കാത്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പടിക്കൽ അണ്ടർപാസ് വന്നിരിക്കുന്നത്. പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ 2 ഭാഗത്തും ലൈൻ മാർക്കിംഗ് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്.
സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ എല്ലാ സ്ഥലത്തും കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മെർജിങ് പോയിന്റിലൊന്നും ക്രാഷ് ബാരറിൻ്റെ അവിടെ പെയിൻറ്റിങ് നടന്നിട്ടില്ല കേട്ടോ. ബാക്കി കുറച്ച് വർക്കുകളും നടക്കാനുണ്ട് ഇവിടെ. ഇവിടെ ഒന്നും പെയിൻറ്റിങ് വർക്ക് ആരംഭിച്ചിട്ടില്ല. നമ്മൾ ആദ്യം കണ്ട ഭാഗത്താണ് പൂർണ്ണമായിട്ട് പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് പടിക്കൽ അണ്ടർപാസ് ആണ്. ഈ പടിക്കൽ അണ്ടർപാസിൻ്റെ റോഡിൻ്റെ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ റോഡ് ബാങ്കിങ് ഓഫ് കർവ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ റോഡ് എന്നാ പറയാം. ഒരു ചെറിയൊരു ചെരിവ് ഉണ്ടാവും ഈ റോഡ്. കാരണം ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ഈ വളവ് കണ്ട നിങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടുന്ന് അണ്ടർപാസിനനുസരിച്ച് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിൻ്റെ അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് അങ്ങനെ വരുന്നത്. ഒരു ഭാഗം കുറച്ച് താഴ്ന്നിട്ട് ഒരു ഭാഗം കുറച്ച് പൊന്തിയിട്ടായിരിക്കും ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് പിന്നീട് ഫുള്ളായിട്ട് കണ്ടോ നിങ്ങൾ 6 വരിപ്പാതയുടെ വീതിയിലെ ടാറിങ്ങും 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ നടക്കേണ്ടത്. ഇതിന് മുൻപ് ഞാനിവിടെ നടന്ന ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ കാണിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വന്നിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട് കുറച്ച് ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളെ താഴേച്ചാളാരി വരുന്നത്. താഴേച്ചാളാരി വരെയുള്ള വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. കണ്ടു ഇവിടെയൊക്കെ പുതിയ പമ്പുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയപാത 66 വികസനത്തിൽ 2027 നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു കാഴ്ചയാണ്. കുറേ പമ്പുകൾ സർവീസ് റോഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ചാർജിങ് സ്റ്റേഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല. നിലവിലെ പമ്പിനോട് ചേർന്നിട്ടാണോ അതോ സെപ്പറേറ്റ് ആയിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. ഈ ചേളാരി ടൗണിൽ ആദ്യം ആകെ ഒരു അണ്ടർപാസ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് പുതുതായിട്ട് ഒരു ഓവർപാസ് പണി കഴിച്ചത്. അപ്പോൾ ചേളാരി ടൗൺ പൂർണ്ണമായിട്ട് അണ്ടർപാസും ഓവർപാസും മുഖാന്തരമാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതെന്തായാലും പൂർത്തീകരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മുകൾ ഭാഗത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ ക്യാമറ ഇങ്ങനെ കണ്ടു പോകുന്നുണ്ട് കേട്ടോ. താഴത്തെ ഡിവൈഡറിൽ വന്നത് അത് കഴിഞ്ഞിട്ട് കണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മേലേച്ചേളാരി വന്ന ഓവർപാസ് ഇവിടെ വലിയൊരു ഉയർന്ന പ്രദേശമായിരുന്നു. അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഓവർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വലതുഭാഗത്തായിരുന്നു സമസ്തയുടെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് വൈഡനിങ് വന്നിരിക്കുന്നത്. ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ പഴയ അലൈൻമെന്റിൽ ആകെ ചേളാരിയിൽ ഒരു അണ്ടർപാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 പുതിയത് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ ചേളാരിയിൽ ഒരു ഓവർപാസും അതുപോലെ തന്നെ പാണാമ്പ്ര വളവിൻ്റെ അവിടെ ഒരു അണ്ടർപാസും പുതിയതായിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരു സൈഡിൽ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഒന്ന് പഴയ റോഡ് കടന്നു പോയിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് 6 വരിപ്പാത വന്നു. അതുപോലെ തന്നെ കണ്ടോ നിങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കട്ടകൾ പതിച്ചിരിക്കുന്നു. അപ്പോൾ സർവീസ് റോഡ് ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നടപ്പാത വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വളവുകളുള്ള സ്ഥലത്തൊക്കെ വീതി ഉണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് സർവീസ് റോഡും ഡ്രൈനേജും കഴിഞ്ഞിട്ട് കുറേ ബാക്കിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് മലപ്പുറം ജില്ലയിൽ അപകട വളവ് എന്നറിയപ്പെട്ടിരുന്ന വളവുകളിൽ ഒന്ന് പാണമ്പ്ര വളവ്. പാണമ്പ്ര വളവ് പൂർണ്ണമായി ഓർമ്മകളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വളവില്ലാതെ നമുക്ക് ഈ റോഡിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഈ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ കുറച്ച് സ്പേസ് ഇതിൽ കൂടെ ആയിരുന്നു പഴയ റോഡ് കടന്നു വന്നിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മലപ്പുറം ജില്ലയിൽ പാണമ്പ്ര വളവില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോഹിനൂർ വരുന്നത്. ഈ കോഹിനൂർ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയ ട്രക്ക് ലേബയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയയും വന്നിരിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള ട്രക്ക് ലേബേ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ നമ്മളെ ചാവക്കാട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് പന്തേപാലത്തിൻ്റെയും അയ്യങ്കലത്തിൻ്റെ ഇടയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് കരുമ്പിൽ ഭാഗത്തുമാണ്. ഈ കോഹിനൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് തേഞ്ഞിപ്പാലം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരറിൻ്റെ പെയിൻറ്റിങ് അതുപോലെ തന്നെ മെർജിങ് പോയിൻ്റ് അവിടെയൊക്കെയുള്ള യെല്ലോയും ബ്ലാക്കും പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഈ വലതുഭാഗത്തുണ്ട് നിങ്ങൾ റോഡ് ഇങ്ങനെ വളഞ്ഞു വരുന്നത്. ആ റോഡ് പഴയ റോഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെയായിരുന്നു ഈ ഭാഗത്തു കൂടെ റോഡ് കടന്നു പോയിരുന്നത്. അപ്പം ഇവിടെ കണ്ട നിങ്ങൾ മണ്ണിട്ട് ലെവലാക്കിയ സ്ഥലം ഇവിടെയാണ് ട്രക്ക് ലേബേ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ക്യാമറകളുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ടും ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. എന്തായാലും വമ്പൻ മാറ്റങ്ങളാണ് ഈ കോഹിനൂർ ഭാഗത്ത് വന്നിരിക്കുന്നത്. കോഹിനൂർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് തേഞ്ഞിപ്പാലം ടൗണിലാട്ടോ. ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർപാസിൻ്റെ മുകളിലൊന്നും കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യരുത് കേട്ടോ. കാരണം പോലീസുകാർ ഫൈൻ ഇടുന്നുണ്ട്. ഒന്നാമത് നോ പാർക്കിംഗ് ഏരിയയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളവിടെ നിയമം ലംഘിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഫൈൻ കിട്ടുന്നതായിരിക്കും. അതിന് ഒരു വർത്തമാനം പിന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടിരുന്നു കുളപ്പുറം ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോലീസ് ഫുള്ളായിട്ട് ഫൈൻ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ദയവ് ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും പാർക്ക് ചെയ്യാതിരിക്കുക.
തേഞ്ഞിപ്പാലം ഓവർപാസിന്റെ പണിയെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് ഇന്റർലോക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറിന്റെ നിർമ്മാണം സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് ഈ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും വരുന്നത്. അത് കഴിഞ്ഞിട്ട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിന്റെ അവിടെ ആയിട്ട് ചെറിയ മാറ്റം നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ കാണിച്ചാണ്. ഈ റോഡിന് കുറുകെ ഒരു പെഡസ്ട്രിയൻ പാസേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ പോകുന്ന സ്ഥലത്ത് കുറച്ച് കർബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് പുല്ല് നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണ്ട നിങ്ങൾ ഇടതുഭാഗത്ത് കൊണ്ട് ഒരു എൽ ഷേപ്പ് വേണ്ട, അതിൽ കൂടെയാണ് പെഡസ്ട്രിയൻ പാസേജിന് ഇറങ്ങാനുള്ള സൗകര്യം കേട്ടോ. അപ്പോൾ ഈ പെഡസ്ട്രിയൻ പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ആളുകൾക്ക് റോഡിൻ്റെ മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് രാവിലെ തുറക്കും, വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നതുമാണ്. പൂർണ്ണമായിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ നിന്നാണ് ചെട്ടിയാർമാട് ഓവർപാസ് വരെ ഒരു കിടിലൻ റിയലൈൻമെൻ്റ് ആട്ടോ. പണ്ട് ഇതിൽ കൂടെ യാത്ര ചെയ്തിരുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് റോഡ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ശരിക്കൊരു എസ് രൂപത്തിലായിരുന്നു ഈ റോഡ് ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു നടന്നിരുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ കക്കാട് ടു രാമനാട്ടുകര എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ ഭാഗത്തുള്ള വികസന പ്രവർത്തനം ഇതുവരെ എങ്ങനെ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ചെട്ടിയാർമാട് ഓവർപാസിന്റെ പണിയെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടപ്പാതയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകളും കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള മെർജിംഗ് പോയിന്റ് മുഖാന്തരം നിങ്ങൾക്ക് ആറുവരി പാതയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചെട്ടിയാർമാട് ഓവർപാസ് എത്തുന്നതിന് മുൻപ് എക്സിറ്റ് ഉണ്ട്, അതിൽ കൂടെ ഇറങ്ങി നേരെ തേഞ്ഞിപ്പാലം ഓവർപാസിൻ്റെ മോൾ ഭാഗത്തോട് വന്നിട്ട് യൂണിവേഴ്സിറ്റി പോകാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അടിപൊളി റിയലൈൻമെൻ്റ് ആണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടമാതിരി തേഞ്ഞിപ്പാലത്തിൻ്റെയും ചെട്ടിയാർമാടിൻ്റെയും മാതിരി അത്ര വലിയ അടിപൊളി റിയലൈൻമെൻ്റ് അല്ല എന്നുണ്ടെങ്കിലും ഇവിടെയുള്ള വലിയൊരു വളവ് പൂർണ്ണമായി ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. ഈ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം എന്നതിൽ പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. കാരണം ഇവിടെ ഒരു വളവുണ്ടായിരുന്നു, ആ വളവിടെ പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കാക്കഞ്ചേരി ഓവർപാസ് വരുന്നത്. കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടെ ഇതേമാതിരി തന്നെയായിരുന്നു. മറുഭാഗം വലിയൊരു കുന്നായിരുന്നു. ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുകയും ചെയ്തു. അതുപോലെ തന്നെ വലിയ വലിയ പാറയൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള ഓവർപാസിൻ്റെ ഒക്കെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കുന്നതിനേക്കാളും കുറച്ച് സ്ലോയിലായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞിരുന്നു. ഓവർപാസിൻ്റെ മറുഭാഗത്തെ വർക്കായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ പണ്ട് ചേളാരി ചന്തയൊക്കെ നടന്ന ഭാഗമുണ്ടായിരുന്നു. അവിടെ വലിയൊരു താഴ്ന്ന പ്രദേശം വരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ ഒരു ഓവർപാസ് ഉണ്ട്. അവിടം വരെയാണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്തുണ്ട് നിങ്ങൾ നടപ്പാതേൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള പെയിൻറ്റിങ് വർക്ക് നടന്നു. ഇവിടെ ലൈൻ മാർക്കിംഗ് നടന്നിട്ടില്ല കേട്ടോ. ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പം നിലവിൽ 3 സ്ഥലത്താണ് പണികൾ വേഗം പൂർത്തീകരിക്കാനുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട തലപ്പാറ പാടത്ത്, പിന്നെ അതുപോലെ നമ്മുടെ കൂരിയാട് പാടം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത വർക്ക് കാര്യമായിട്ട് നടക്കേണ്ടത് ഇവിടെ കേട്ടോ. ഇവിടെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ മണ്ണിട്ട സ്ഥലം ഇവിടെ പൂർണ്ണമായിട്ട് താഴ്ന്ന പ്രദേശമായിരുന്നു. പഴയ റോഡാണ് നിങ്ങൾ ഈ വളഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് RE ബ്ലോക്കിൻ്റെ വർക്ക് നടത്തിയിട്ടുണ്ട്, മണ്ണിട്ട് ഉയർത്തിയിട്ട്. അത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത്. വലതു ഭാഗത്തുള്ള സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം താഴ്ചയിലൊന്നും ഈ സ്ഥലം ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഈ ഇടത് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാൾ അത് KNRCയിൽ കിട്ടിയതല്ല, അത് പ്രൈവറ്റ് പാർട്ടി കെട്ടിയതാട്ടോ. അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജും അതുപോലെ തന്നെ ഈ റോഡിന് കുറുകിയ ഒരു കൾവേർട്ട് കടന്നു പോകുന്നുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് നിലവിൽ ഇപ്പോൾ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വെച്ചാൽ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഓവർപാസിൻ്റെ അടിഭാഗത്തു കൂടാണ് പിന്നീട് കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നത്. കാക്കഞ്ചേരി ഓപ്പണാക്കി കൊടുത്തിട്ടില്ല, സർവീസ് റോഡിൽ വന്ന് കയറിയിട്ട് പിന്നെ നേരെ തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇതാണ് സ്പിന്നിങ് മിൽ ഓവർപാസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾ ദയവ് ചെയ്ത് പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈൻ ലഭിക്കുന്നതാണ്. കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് ഭാഗത്ത് ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇടിമുഴിക്കൽ അണ്ടർപാസ് വരെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ടായിരുന്നു അലുവ ബസാർ വന്നിരുന്നത്. പഴയ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടായിരുന്നു ഈ ഭാഗത്തു കൂടെ പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടിമുഴിക്കൽ ഭാഗത്തും ഇതേമാതിരി വലിയൊരു വളവൊക്കെ ഉണ്ടായിരുന്നു. ആ വളവൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡ് കൂടെ ആക്ച്വലി ഇടിമുഴിക്കൽ ടൗണിൻ്റെ പിറക് വശത്തു കൂടെയാണ് ആറുവരിപ്പാതയുടെ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് എങ്ങനെയായിരുന്നു വർക്ക് നടന്നിരുന്നതെന്നും അതുപോലെ തന്നെ ഇവിടെയൊക്കെ പഴയ റോഡ് എങ്ങനെയായിരുന്നു എന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫുൾ വീഡിയോസ്. അതുപോലെ തന്നെ
ഫേസ്ബുക്ക് പേജിലുണ്ട്. യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കക്കാട് ടു രാമനാട്ടുകര സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നടന്ന വികസനങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ലെയിൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഇടിമുഴിക്കൽ അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വലതുഭാഗത്താണ് ഇടിമുഴിക്കൽ ടൗണിലെ പണ്ട് റോഡ് ഇങ്ങനെ വളഞ്ഞായിരുന്നു പോയിരുന്നത്. അതിന് ബദലായിട്ട് ഇപ്പോൾ 6 വരിപ്പാത വന്നപ്പം നല്ല സ്ട്രെയിറ്റ് റോഡായി മാറിയിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും പറയണമാതിരി 6 വരിപ്പാതയാണ്. ഒരു ഭാഗത്ത് 3 വരിയും മറുഭാഗത്ത് 3 വരിയുമാണ്. അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. പതുക്കെ പോകുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടത് ഭാഗത്തുള്ള ഫസ്റ്റ് ട്രാക്കിൽ കൂടെ പോവുക. ഫസ്റ്റ് ട്രാക്കിലേക്കുള്ള വാഹനങ്ങളെ മറികടക്കാൻ വേണ്ടി മാത്രം രണ്ടാമത്തെ ട്രാക്കിൽ കയറുക, എന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരിക. അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ്റായിട്ട് എമർജൻസി വാഹനങ്ങൾക്ക് പോകാനുള്ള ട്രാക്കാണ്. ഇതൊക്കെ പാലിച്ചിട്ട് വേണം 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുണ്ട് ഓരോ സ്ഥലത്തും, ഫൈൻ വരും എന്ന് ഉറപ്പാണ്. പിന്നെ 6 വരിപ്പാതയിൽ കൂടെ വരുന്നവർക്ക് രാമനാട്ടുകര ടൗണിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് നേരെ ലെഫ്റ്റ് കൂടെ രാമനാട്ടുകര ടൗണിൽ പോകാം. ഫറൂഖ് ഭാഗത്തേക്കൊക്കെ പോകാട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.